അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എന്തൊരു കാര്യത്തിനും നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി കുറേ പൂജ ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, അതായത് ഇപ്പോൾ 4-ാം ഭാവത്തിൽ കേതു വരുന്നു, ഞാൻ വീട്ടിൽ വന്നു വർക്ക് ചെയ്യുന്നു, പൈസ കൊണ്ടുവരുന്നു, കാര്യങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്നും വഴക്കായാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ സംസാരം വളരെ കുറയ്ക്കുക. അതാണ് വീട്ടിൽ വരുമ്പോൾ അത്യാവശ്യം മാത്രം പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അത് അനാവശ്യമായി തിങ്ക് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സാമ്പത്തിക ഭാവങ്ങളിലൊക്കെ നല്ല മാറ്റം വരാം. വിദേശത്തേക്ക് ഈ കുട്ടികളെയൊക്കെ വിടുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലോക്കായി കിടക്കുന്ന ധനഭാവങ്ങളൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. രോഹിണി നക്ഷത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ശനീശ്വരനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കെടുക്കുകയാണ്. 10-ലും 11-ലൊക്കെ ആയി. വ്യാഴമുണ്ട് 2-ാം ഭാവത്തിൽ. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോവുക, ചുവന്ന പൂക്കൾ കൊണ്ട് ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ അർച്ചന കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ പോവാം, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. രാഹുവിനും കേതുവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ കൊടുക്കുക.